ഹരി ഓം. ദശകം 29, ശ്ലോകം 3. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢരാഗവിവശാനഭിയാചതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഃ ഇത്യാലപന്നപി സുവിശ്വസിതാന്യതാനീഹി. പദച്ഛേദം നോക്കാം. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുധാം ഇമാം ഇതി. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢ രാഗ വിവശാൻ അഭിയാചതഃ അമൂൻ. ആരൂഢ രാഗവിവശാനഭിയാചതോ മൂൻ അഭിയാചതഃ അമൂൻ. അപ്പം ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കണം. അപ്പോൾ കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢ രാഗവിവശാനഭിയാചതോ മൂൻ. അപ്പം സുധാം ഇമാം ഇതി ആരൂഢ. ഇതി ആരൂഢ എന്നുള്ളതാണ് ഇത്യാരൂഢ. അപ്പോൾ ഒരുമിച്ച് വരുമ്പം കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢ. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢ എന്നെടുക്കാം. അല്ലെങ്കിലോ വിഭജസ്വ സുധാമിമാമി ഇതി എന്ന് പറഞ്ഞ് നിർത്തിയേച്ച് സുധാമിമാമിതി എന്ന് പറഞ്ഞിട്ട് ആരൂഢ എന്ന് പറഞ്ഞെടുക്കണം. അതിനേക്കാളും നല്ലത് കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢ രാഗവിവശാനഭിയാചതോ മൂൻ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ചില പുസ്തകത്തിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. വിശ്വസ്യതേ മയി കഥം കുലടാ അസ്മി ദൈത്യാഃ. വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഃ ഇതി ആലപൻ അപി ഇത്യാലപന്നപി സുവിശ്വസിതാൻ അതാനീഹി. സുവിശ്വസിതാൻ അതാനീഹി, അതാണ് സുവിശ്വസിതാൻ അതാനീഹി. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢ രാഗവിവശാനഭിയാചതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഃ ഇത്യാലപന്നപി സുവിശ്വസിതാനതാനീഹി. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ആ അമൃതകലശവും കൊണ്ട് ഭഗവാൻ പൊങ്ങി വന്ന സമയത്ത് ഈ അസുരന്മാർ ആ കുംഭവും അവരുടെ ഭഗവാന്റെ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ തന്നെ ഭഗവാൻ മായയാൽ ഒരു മോഹിനിയായിട്ട് രൂപം കൊണ്ടു. ആ മോഹിനിയെ കണ്ടു കഴിഞ്ഞുടനെ മോഹിനിയുടെ ആ കുജകുംഭത്തെ ചൊല്ലിയുള്ള ആ ഒരു അവരതിലങ്ങ് ആകൃഷ്ടരായിട്ട് ആ മോഹിനിയുടെ പുറകെ ചെല്ലുകയാണ്. മോഹിനി ആരാണ്? ഭഗവാൻ തന്നെയല്ലേ. ആ മോഹിനിയുടെ പുറകെ ചെല്ലുന്നു. എന്നിട്ട് എന്താണ് 3 പറയുന്നത്? മൃഗാക്ഷി കാത്വം ഇമാം സുധാം വിഭജസ്വ. അല്ലയോ മാൻമിഴിയാളെ. മൃഗ അക്ഷി, മൃഗ എന്ന് പറഞ്ഞാൽ മാൻ. അപ്പം മാനിൻ്റെ കണ്ണുകളുള്ളവളെ, സുന്ദരി എന്നർത്ഥം. കാത്വം, നീ ആരാണ്? ഭവതി ആരാകുന്നു? ഇമാം സുധാം വിഭജസ്വ, ഇതാ ഈ അമൃതത്തെ വേണ്ടതുപോലെ പകുത്തു തന്നാലും. ഇതി അഭിയാചതഃ ആരൂഢ വിവശാൻ അമൂൻ. എന്നിങ്ങനെ നേരിട്ട് അപേക്ഷിക്കുന്നവരും വല്ലാത്ത അനുരാഗത്താൽ വരഞ്ഞവരുമായ ഈ അസുരന്മാരോട്, അതാണ് ഇതി അഭിയാചതഃ ആരൂഢ രാഗവിവശാനമൂൻ. ചുമ്മാ ചോദിക്കുകയല്ലായിരുന്നു, വല്ലാത്ത ഒരു അനുരാഗം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ അനുരാഗത്താൽ വലഞ്ഞവരുമായ ഈ അസുരന്മാരോട് ദൈത്യാഹ
മയി കഥം വിശ്വസ്യതേ കുലടാ അസ്മി ദൈത്യാഹ മയി കഥം. ഭഗവാൻ ചോദിക്കുകയാണ്, മോഹിനി ചോദിക്കുകയാണ്, അസുരന്മാരെ നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കും? ഞാനൊരു കുലടയാണല്ലോ. കുലട എന്ന് പറഞ്ഞാൽ ഇത് വേശ്യ എന്നർത്ഥം, വേശ്യ, അതാണ് കുലട എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കുലടയാണല്ലോ, ഈ അസുരന്മാരെ നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും? ഇതി ആലപൻ അപി സുവിശ്വസിതാൻ അതാനീഹി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മൊഴിഞ്ഞുകൊണ്ട് തന്നെ അവരെ തന്നിൽ തികച്ചും വിശ്വസിച്ചവരാക്കി തീർത്തു, വിശ്വാസമുള്ളവരാക്കി തീർത്തു. അങ്ങനെ എന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞും കൊണ്ട് അവരെ വിശ്വാസമുള്ളവരാക്കി തീർത്തു. ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ സുന്ദരി, പേടമാൻ കണ്ണിയായ നീ ആരാകുന്നു എന്ന് ദൈത്യന്മാർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. സുരാസുരന്മാരായ ഞങ്ങൾക്ക് വ്യത്യാസം കൂടാതെ ഈ അമൃതത്തെ നീ പങ്കുവച്ച് തന്നാലും എന്നിങ്ങനെ അപേക്ഷിച്ച ഒരു അനുരാഗപരവശരായ ആ ദൈത്യന്മാരോട് നിന്തിരുവടി പറയുകയാണ്, ഞാനൊരു വേശ്യയാകുന്നു. അല്ലയോ അസുരന്മാരെ, നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അത്യധികമായ വിശ്വാസത്തെ ജനിപ്പിച്ചുവല്ലോ. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമേത്യാരൂഢരാഗവിവശാനഭിയാചതോമോൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഃ ഇത്യാലപന്നപി സുവിശ്വസിതാനതാനീഃ.